ഭരണഭൂരിപക്ഷം ഉപയോഗിച്ച് പാർലമെന്റ് പാസാക്കിയെങ്കിലും ഭരണഘടനാ വിരുദ്ധവും മതസ്വാതന്ത്ര്യ ലംഘനവുമായ വഖഫ് ഭേദഗതി ബില്ല് നിയമമാക്കാൻ അനുവദിക്കാതെ രാഷ്ട്രപതി മടക്കി അയക്കണമെന്ന് PDP സംസ്ഥാന ജനറൽ സെക്രട്ടറി VM അലിയാർ ആവശ്യപ്പെട്ടു. ജനാധിപത്യ ഇന്ത്യക്കായി 400-ലധികം സീറ്റുകൾ നേടി അധികാരത്തിലെത്തിയാൽ ഇന്ത്യ മഹാരാജ്യത്ത് നേരത്തെ പറയപ്പെട്ടതുപോലെ സംഘപരിവാരത്തിന്റെ ആഭ്യന്തര ശത്രുക്കളായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള രാജ്യത്തെ കോടിക്കണക്കിന് മുസ്ലിങ്ങളെയും രണ്ടാമത്തെ ആഭ്യന്തര ശത്രുവായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള കോടിക്കണക്കിന് വരുന്ന ക്രിസ്ത്യാനികളെയും മൂന്നാമത്തെ ആഭ്യന്തര ശത്രുക്കളായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള രാജ്യമകളാക്കുകയോ ചെയ്യുന്ന സംഘപരിവാർ ഉദ്ദേശിക്കുന്ന മനുസ്മൃതി അംഗീകരിക്കപ്പെടുന്ന ഒരു ഹിന്ദുത്വ രാഷ്ട്രത്തിന്റെ നിർമ്മിതിക്ക് വേണ്ടി 2024 ജനുവരി വരുമ്പോ കേവല ഭൂരിപക്ഷം മാത്രമാണ് സംഘപരിവാരത്തിന്റെ BJPക്ക് രാജ്യം ഭരിക്കാൻ പറ്റിയിട്ടുള്ളത്. ഹിന്ദുത്വ രാഷ്ട്രത്തിന്റെ പ്രഖ്യാപനത്തിന് ആ എണ്ണക്കുറവ് അവർക്കുള്ളപ്പോ എന്താണോ അതിലേക്ക് എത്താനുള്ള വഴികൾ എന്ന് തേടിയിട്ട് ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെ, ഈ രാജ്യത്തെ മുസ്ലിം സമൂഹത്തെ, ഈ രാജ്യത്തെ ക്രിസ്തീയ സമൂഹത്തെ, ഈ രാജ്യത്തെ പ്രതികരിക്കുന്ന ജനവിഭാഗങ്ങളെ, ഈ രാജ്യത്തെ ആദിവാസികളെ, ഈ രാജ്യത്തെ ദളിതുകളെ വഖഫ് നിയമ ഭേദഗതി അംഗീകരിക്കില്ല, ഭരണഘടനാ വിരുദ്ധവും മത സ്വാതന്ത്ര്യ ലംഘനവുമായ ബില്ല് ഉപേക്ഷിക്കുക തുടങ്ങിയ മുദ്രാവാക്യത്തിൽ PDP ടൗൺ കമ്മിറ്റി എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് വാഴക്കാല, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം DA മുജീബ് റഹ്മാൻ, ജില്ലാ സെക്രട്ടറി ജമാൽ കുനുണ്ണിക്കര, ജില്ലാ വൈസ് പ്രസിഡന്റ് ഷജീർ കുതത്തേരി, ജോയിന്റ് സെക്രട്ടറിമാരായ നജീബ് എടത്തല, അബൂബക്കർ പള്ളിക്കവല തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് എറണാകുളം.